എല്ലാവർക്കും അപ്പെക്സ് ടോക്കൻ്റെ വിഡ്രോവൽ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. കമ്പനി പറഞ്ഞ പ്രകാരം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൻ്റെ, അതായത് നമ്മളുടെ ക്യാപിറ്റലിൻ്റെ 100% റിട്ടേൺ കിട്ടാത്തവർക്ക് വീക്കിലി 10% വെച്ച് നമുക്ക് ഫേസ് 1 അക്കൗണ്ടിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്ത് ഫേസ് 2ലേക്ക് കൊണ്ടുവന്ന് അവിടെ സ്റ്റേക്ക് ചെയ്ത് ഡെയിലി പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. അപ്പം അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനുവേണ്ടി നിങ്ങളുടെ ഫേസ് 1 ഫേസ് 2 അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കണം. അതിനുശേഷം നിങ്ങൾ നേരെ ഫേസ് 1 അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം മുകളിൽ കാണുന്ന 3 ലൈനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് ഡാഷ്ബോർഡിൽ വരിക. 3 ലൈനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം വിഡ്രോ നൗ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ താഴേക്ക് വരുമ്പോൾ ആൾറെഡി 100% റിട്ടേൺ കിട്ടാത്തവർക്ക് താഴെ ഇങ്ങനൊരു അപ്പെക്സ് ഫേസ് 2 എന്ന് പറയുന്നൊരു ഓപ്ഷനും കൂടെ വരുന്നതായിരിക്കും. ഇതിലേക്ക് നമ്മൾ ഫേസ് 2ൻ്റെ യൂസർ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മളുടെ ഫേസ് 1ൻ്റെയും ഫേസ് 2ൻ്റെയും യൂസർ നെയിം എല്ലാവരുടെയും ഒന്നായിരിക്കും. ഫേസ് 1ൻ്റെ യൂസർ നെയിം തന്നെ ആയിരിക്കും ഫേസ് 2ലേക്ക്. ഫേസ് 2ൻ്റെത് അവിടെ നിങ്ങളുടെ ഫേസ് 2ൻ്റെ യൂസർ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളുടെ അവിടെ ടോട്ടൽ പ്രോഫിറ്റിൻ്റെ 10% ആണ് ഓരോ വീക്കും ഓരോ ആഴ്ചയും നമുക്ക് വിഡ്രോ ചെയ്യാൻ കഴിയുന്നത്. അതിനുശേഷം ഇപ്പോൾ ഇവിടെ എൻ്റെ ബാലൻസ് എന്ന് പറയുന്നത് $90 ഇവിടെ $90 നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ $90 10% ആണ് എനിക്ക് എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഞാനിവിടെ 9 എന്നടിച്ചു കൊടുക്കും. $9 എനിക്കിപ്പോൾ വിഡ്രോ ചെയ്യാൻ പറ്റും. അപ്പം വിഡ്രോ ടു ഫേസ് 2 എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അവിടെ എമൗണ്ട് എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം വിഡ്രോ ചെയ്യുക. അപ്പോൾ അവിടെ നമുക്ക് കാണാവുന്നതാണ് നമ്മളുടെ ഫണ്ട് ട്രാൻസ്ഫേർഡ് സക്സസ്ഫുള്ളി എന്നവിടെ മെസ്സേജ് വരും. അതിനുശേഷം അപ്പം നമ്മളുടെ ഡാഷ്ബോർഡിൽ തിരിച്ചു വരുമ്പോൾ നമുക്ക് കാണാം, നേരത്തെ എനിക്ക് അവിടെ 90 ഉണ്ടായിരുന്നു. ഇപ്പം $9 ഫേസ് 2ലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ഇവിടെ 81 USDT മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ $9 എൻ്റെ ഫേസ് 2 അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇതിന് ശേഷം നമ്മളുടെ ഫേസ് 2 അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. നമ്മൾ ഏത് ഡീസെൻട്രലൈസ്ഡ് വാലറ്റുമായിട്ടാണോ കണക്ട് ചെയ്ത് ആ വാലറ്റിൽ പോവുക. നമ്മളുടെ ഫേസ് 2 അക്കൗണ്ട് അവിടെ ഓപ്പൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഫേസ് 2 അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യുകയാണ്. എൻ്റെ ഫേസ് 2 അക്കൗണ്ടിലേക്ക് ഞാൻ ലോഗിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് കാണാവുന്നതാണ് എൻ്റെ ഇപ്പം ഫേസ് 2 വാലറ്റ് ബാലൻസ് $176.88 അപ്പെക്സ് ടോക്കൺ ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ വന്നതിന് ശേഷം ആ 176.88 അപ്പെക്സിൻ്റെ താഴെ വ്യൂ ആളെന്ന് കാണാം. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നമ്മളുടെ ട്രാൻസ്ഫർ ഡീറ്റെയിൽസ് കാണാവുന്നതാണ്. വ്യൂ ആളെന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇന്ന് 11 ഏപ്രിൽ 11 2 ട്രാൻസാക്ഷനായിട്ട് 88 വെച്ച് എൻ്റെ അക്കൗണ്ടിലേക്ക് അപ്പെക്സ് ടോക്കൺ വന്നിട്ടുണ്ട്. ഫേസ് 2 അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ടോട്ടൽ എൻ്റെ ഫേസ് 2 വാലറ്റ് കാണാവുന്നതാണ്. അപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് 176 അപ്പെക്സ് ടോക്കൺ എൻ്റെ ഇതിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് നമുക്ക് സ്റ്റേക്ക് ചെയ്യാം എന്ന് നോക്കാം. ഇതിനുവേണ്ടി നമ്മളുടെ ആ 3 ലൈനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ പ്ലാൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഓക്കെ, ഇവിടെ പ്ലാൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മളെ കയ്യിൽ 176 അപ്പെക്സ് ടോക്കണേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് 120ൻ്റെ പാക്കേജ് മാത്രമേ ഇപ്പം പർച്ചേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ബേൺ ഓൺ പ്ലാൻ ഈ APX 120 എന്നുള്ളതിൻ്റെ താഴെ കാണുന്ന ബേൺ ഓൺ പ്ലാൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ബേൺ പ്ലാൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ പർച്ചേസ്ഡ് ബേൺ 50 സക്സസ്ഫുള്ളി എന്ന് കാണിച്ചിട്ടുണ്ട്. അതായത് അപ്പോൾ നമ്മൾ 120 അപ്പെക്സ് ടോക്കൺ സ്റ്റേക്ക് ചെയ്തപ്പോൾ നമുക്ക് അവിടെ 50 ബേൺ ചെയ്തതിന് ശേഷം 70 അപ്പെക്സ് ടോക്കൺ നമുക്ക് അവിടെ സ്റ്റേക്ക് ആയിട്ടുണ്ട്. ഇതിൻ്റെ 1.8 മുതൽ 2% വരെ ഡെയിലി നമുക്ക് ROI ലഭിക്കും. ഈ ROI നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് വിഡ്രോ ചെയ്യാം,
അവിടെ വിഡ്രോവൽ ലിമിറ്റുകളും കാര്യങ്ങളും ഒന്നുമില്ല. ഇൻസ്റ്റൻ്റായിട്ട് വിഡ്രോ ചെയ്യാം. വിഡ്രോ ചെയ്തതിന് ശേഷം നമുക്ക് നേരെ നമ്മളുടെ XT.comലോ അതുപോലെ തന്നെ ബിറ്റ്മാർട്ടോ എൽ ബാങ്കിലോ എവിടെ വേണമെങ്കിലും കൊണ്ടുപോയതിന് ശേഷം നമുക്ക് അത് അപ്പെക്സ് ടോക്കൺ USDT ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഇവിടെ വിഡ്രോവലിന് ഒരു പ്രോബ്ലംസും ഇല്ല. അതാദ്യം മനസ്സിലാക്കുക. അസത്യങ്ങളിൽ വിശ്വസിക്കാതിരിക്കുക. അപ്പം എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തതിന് ശേഷം ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.